എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മീനോ വിത്ത് ഡീഗോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പുണ്യുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇന്ന് തമിഴിൽ കണ്ട പോലെ തന്നെ എന്റെ വിറ്റിലിഗോ ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇതുവരെയുള്ള എന്റെ ആ ഒരു ജേണി വളരെ ചുരുക്കി ഞാൻ പറയാൻ ശ്രമിക്കാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയറും ലൈക്കും കമന്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോ എനിക്ക് വിറ്റിലിഗോ സ്റ്റാർട്ട് ചെയ്തത് 8 വർഷം മുമ്പാണ്. 8 വർഷം മുമ്പാണ് എനിക്ക് ആദ്യമായിട്ട് വിറ്റിലിഗോ ആണ് എന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ എന്നോട് പറയുന്നത്. അതിനും ഒരു 1 ഇയർ മുമ്പൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാൻ മതി, കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ലിപ്സിലാണ്. ഫുൾ ഭാഗത്ത് നല്ല റെഡിഷ് കളറിൽ ഫസ്റ്റ് വന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നോട് പറഞ്ഞത്, ചേച്ചിമാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിന്റെ ചുണ്ട് എന്താണ് ഇങ്ങനെ കാക്ക ചുണ്ട് പോലെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ചേച്ചി ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത്, നിന്റെ ചുണ്ട് എന്താണ് കാക്ക ചുണ്ട് പോലെ ഇരിക്കുന്നത് വീണു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വലിയ കാര്യമാക്കിയില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പക്ഷെ കുറെ കഴിഞ്ഞു ഈ ചേച്ചിക്ക് ചോദിച്ചതിന് ശേഷം ഞാനൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ എന്റെ ചുണ്ടിന്റെ ഈ 2 സൈഡുകളിലായിട്ടൊരു ഒരു വെള്ളാന്ന് വെച്ചൊരു വെളറിയ പോലത്തെ ഒരു ഇതെനിക്ക് തോന്നി. അങ്ങനെ അതും ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ. അത് ആ ചേച്ചി അത് പറഞ്ഞൊരു 1 ഇയർ ഒക്കെ ആയപ്പോഴാണ് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പോട്ട് വന്നു. നമ്മളിങ്ങനെ കുറി തൊട്ടിട്ട് ഇവിടെ തൊടില്ല, അതേപോലെ ഒരു ചെറിയ സ്പോട്ട് ഇവിടെ കഴുത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ വല്യമ്മേന്റെ വീട്ടിൽ പോയപ്പോ വല്യമ്മയുടെ മോൻ എന്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ എന്താ ഇങ്ങനെ ഒരു പാടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാ നീ വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകും. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, കാരണം അതൊന്നുമില്ല, അതല്ല നീ വാ. അപ്പോഴേ അവർക്ക് ഡൗട്ട് അടിച്ചു ഇത് വെള്ളപ്പാണ്ടാണ് എന്നുള്ളത്. അങ്ങനെ എന്നൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി ഫസ്റ്റ് കണ്ടതും ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് വിറ്റിലിഗോയാണ്, ടെൻഷൻ ആവണ്ട, വിറ്റിലിഗോയാണ്, മാറാൻ പ്രയാസമാണ്, പക്ഷെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ, നമുക്ക് മെഡിസിൻ എടുക്കാം. അന്ന് പറഞ്ഞില്ല എന്നോട് മെഡിസിൻ ഇത്ര എഫക്റ്റീവ് ആണ്, മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 2 തരം ഓയിൽമെന്റ് തന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. 2-3 തരം ഗുളികകളും തന്നു. അത് ഫസ്റ്റ് ഞാൻ കാണിച്ച ആ ഡോസ് തീരുന്നവരെ ഞാൻ കഴിച്ചു. നല്ല വിലയായിരുന്നു, ടാബ്ലറ്റ്സിനും വിലയായിരുന്നു, ഓയിൽമെന്റ്സിനും വിലയായിരുന്നു. അത് ഞാൻ കുറച്ചൊക്കെ പെരട്ടി. പിന്നെ അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. 8-8.5 വർഷം മുമ്പുള്ള ഒരു കാര്യമല്ലേ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതായിരുന്നു സാഹചര്യങ്ങള്. അപ്പൊ പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ പയ്യെ എനിക്ക് ഇത് ഇവിടുത്തെ അങ്ങ് മാഞ്ഞുപോയി. പിന്നെ അത് അവിടെ കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഈ കയ്യിന്റെ സൈഡിൽ കൂടെ, ഈ വിരലിന്റെ തുമ്പിൽ കൂടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ വൈറ്റ് സ്പോട്ടുകൾ. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് വിറ്റിലിഗോയാണ്. എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. കുറേ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ, ആരോടും, ഫ്രണ്ട്സിനോടാണെങ്കിലും വീട്ടിലുള്ളവരോടാണെങ്കിലും ഒന്നും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എത്രത്തോളം കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എനിക്കും ഇപ്പോഴും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അന്ന് ഇപ്പൊ ഞാനത് ഉൾക്കൊള്ളാൻ പഠിച്ച പോലെ അന്ന് എനിക്ക് സാധിക്കുന്നില്ല. അയ്യോ, ഞാൻ ഫുള്ള് ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച് നടക്കേണ്ടി വരില്ലേ, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന, എന്തൊരു വിധിയാണ് എന്റെ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഫുൾ ഇടുത്തികളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ വലിയൊരു സംഭവം കൂടെ ആയല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു ലൈഫ് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, അത് സ്പോട്ടുകൾ വലുതായി തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഈ പാലക്കാടാണ് ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കാണിക്കുന്നത്. ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു എന്ന് പറഞ്ഞത്. അത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇവിടെയാ, പാലക്കാട് ഒറ്റപ്പാലത്താ കാണിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ, കാരണം എനിക്ക് ആ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വയറിച്ചില് പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ എനിക്ക് വന്നു, ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് അറിയുന്നില്ലായിരുന്നു എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സൈഡ് എഫക്ട്സുകളുണ്ടോ, ഗൂഗിൾ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അതൊന്നും നോക്കാം എന്നൊന്നും അന്ന് ചിന്തിച്ചില്ല, നോക്കിയിട്ടുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാൾ മെഡിസിൻ ഒന്നും എടുക്കാതെ ഇങ്ങനെ നടന്നു. അപ്പൊ എന്റെ അയൽവാസികളായ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഇത് എന്താ ഇങ്ങനെ മോളെ, നീ ഒന്ന് കാണിക്ക്,
ചിലര് പറയും ഇത് മാറില്ല, ഇതൊന്നും മാറാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ചവരുണ്ട്. അങ്ങനെ ലാസ്റ്റ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് സ്കിന്നിന്റെ ചെറിയൊരു അലർജി ഉണ്ട്. ആ ചേച്ചി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസർ ഉണ്ട് ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് സാറിനെ കാണിക്കാം, എന്ന് നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ഫസ്റ്റ് എല്ലാ മുന്നേ കാണിച്ചൊരു കടലാസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. അത് കാണിച്ചിട്ട് എന്റെ കാലിലേക്കൊക്കെ അപ്പത്തേക്കും തുടങ്ങി, വിരലിന്റെ തുമ്പിനൊക്കെ ആയിട്ട് ചെറുതായിട്ടേ ഉണ്ടായിരുന്നു നന്നായിട്ട് ഈ വിരലിലും, ചുണ്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഇങ്ങനെ സ്കിന്നിന്റെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഡോക്ടർ ഇതൊക്കെ നോക്കിയിട്ട് എന്നെ തന്നെ നോക്കി കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു വിഷമം ഉണ്ടോന്ന് ചോദിച്ചു. ആ ചോദിച്ചതേ ആ സാറിന് ഓർമ്മയുണ്ടാവുള്ളൂ. ഞാൻ അത്രയും ആ ഡോക്ടറെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. എന്നോട് ചോദിച്ചു മോൾ എന്തിനാ വിഷമിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സാർ, എനിക്കിപ്പോഴും ഈ സങ്കടം വരുമോ പറയുമ്പോ. ആർക്കും വരരുത്, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത് ആർക്കും വരരുത്, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അസുഖമാണ് വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉൾക്കൊണ്ടുണ്ടോ, ഇപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഓക്കെയാണ്. ഞാൻ ഇപ്പൊ ഈ കരയുന്നത് ഇപ്പത്തെ ഈ അവസ്ഥ ആലോചിച്ചിട്ടില്ല, അന്നത്തെ ആ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയത്, സോറി. എന്നിട്ട് പിന്നെ അവര് എന്താ പറയാ, ഡോക്ടർ എന്നോട് കുറേ സംസാരിച്ചു, എന്നെ മെന്റലി കുറേ ആളിരുന്ന് സംസാരിച്ച് ഇതാക്കി. ആ ഡോക്ടറാണ് എന്നോട് ഫസ്റ്റ് ടൈം പറയുന്നത് മെഡിസിൻ ഞാൻ തരാം. എനിക്ക് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റും, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ഡിപ്രഷൻ, എന്തൊക്കെയാ അവസ്ഥ എനിക്കറിയില്ല, ഫുഡ് വേണ്ട, അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ആദ്യം നന്നായിട്ടൊന്ന് ഉറങ്ങ്, ഞാൻ ഉറങ്ങാനുള്ള ഒരു മെഡിസിൻ തരാം, നീ ഒരു 1 വീക്ക് അത് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങ്, നിന്റെ മനസ്സിലെ ടെൻഷനൊക്കെ